ഏറ്റവും ആദരണീയരായ കർത്തൃ ശുശ്രൂഷകർക്കും കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വാസ്തവത്തിൽ നാം എത്ര വലിയ ഭാഗ്യശാലികളാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ലഭിക്കുന്നതായ അവസരം. കർത്താവെ, ഞാൻ ഓരോ ദൈവമക്കൾ എഴുന്നേൽക്കുമ്പോഴും സന്തോഷത്തോടെ ആനന്ദത്തോടെ എൻ്റെ കർത്താവെ, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നല്ലോ, ഇങ്ങനെ ഒരു കൂടിവരവ് ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ്യത ഉള്ളത് കൊണ്ടാണോ? അല്ല, ജീവനുള്ള ദൈവത്തിന് എന്തുകൊണ്ടോ നമ്മളോട് കരുണ തോന്നി. കരുണ തോന്നേണമെന്നുള്ളതിനോട് കരുണ തോന്നുന്നു. എനിക്ക് കനിവ് തോന്നേണമെന്നുള്ളതിനോട് കനിവ് തോന്നുന്നു. എന്തുകൊണ്ടാണ് നാം ഈ കൂട്ടായ്മയിലേക്ക് ചേർന്ന് വരാൻ ഇടയായത്? ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ വാസ്തവമായും ജീവനുള്ള ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ലഭിക്കാനിടയായി. അതൊരു സത്യമായി യാഥാർത്ഥ്യമാണ് ഈ കാര്യമെന്ന് നാം തിരിച്ചറിയുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ പോരാ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളത്തിലേക്ക് നിറഞ്ഞു വരും. എൻ്റെ മനസ്സിൽ ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോഴെല്ലാം അങ്ങനെയാണ്. ഓരോ ശുശ്രൂഷയിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഗാന ശുശ്രൂഷയിലൂടെ, നമ്മുടെ ആരുടെയും യോഗ്യത നോക്കിയിട്ടല്ല. ഇവിടെ പാണ്ഡിത്യമുള്ളവർ എത്ര പേരുണ്ട്? ഡിഗ്രി ഉള്ളവർ എത്ര പേരുണ്ട്? ബൈബിൾ കോളേജിൽ പഠിച്ചവരാരുണ്ട്? പാണ്ഡിത്യമൊന്നും വേണ്ട. പത്രോസ് അപ്പോസ്തലൻ എവിടെയെങ്കിലും ഡിഗ്രി പഠിച്ചതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ജോലി ഉളുമ്പ് നാറുന്ന ജോലി, മീൻ പിടിച്ച് വിൽക്കുന്ന ജോലി, മീൻപിടുത്തക്കാരൻ. എന്നാൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു. അതിനെന്ത് വേണം? ഒരു എളിമയുള്ള ഹൃദയം, ഒരു താഴ്മയുള്ള ഹൃദയം, ഭൂമിയിൽ ആരെയും കാണാതെ ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കണമെന്നുള്ള വ്യക്തമായൊരു തീരുമാനവും കാഴ്ചപ്പാടും. അതെല്ലാം ദൈവം തരുന്ന ദാനമാണ്, ദൈവത്തിൻ്റെ അത്ഭുത കൃപയാണ്. എന്തെങ്കിലും യോഗ്യതയുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ വീണ് കഴിഞ്ഞു. കേട്ടില്ല എന്ന് പറയരുത്. ഏതെങ്കിലും ഒരു യോഗ്യതയുണ്ട്, എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ന്യായമായിട്ട് ഒരു അവകാശമുണ്ട് എന്ന് ആർക്കെങ്കിലും ചിന്ത വന്നാൽ അപ്പോൾ തന്നെ ഓർത്തുകൊള്ളണം, അവരാത്മാവിൽ വീണ് കഴിഞ്ഞു. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരുടെയും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നിൽക്കാൻ കഴിയില്ല. ആരുടെയും ഏതെങ്കിലും ആത്മീയമായി പിൻബലം കൊണ്ട് നിൽക്കാൻ കഴിയുകയില്ല. ഒരിക്കലും നിൽക്കാൻ കഴിയുകയില്ല. നിൽക്കാൻ കഴിയും. എന്താണ് പ്രിയപ്പെട്ടവരെ? ആത്മാവിൻ്റെ ശബ്ദമായിട്ട് തിരിച്ചറിഞ്ഞാൽ, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? എന്താണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കണം. അതും കൃപയാണ്, തുറന്നു കിട്ടണം. അപ്പോസ്തലനായ പൗലോസ് യൂറോപ്പിൽ പ്രസംഗിക്കാൻ ചെന്നു. പുഴത്തീരത്ത് നിന്നാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയം തുറന്നു കിട്ടുന്നൊരു ഭാഗ്യമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഉള്ളിലേക്ക് വരുന്ന ഒരു ഭാഗ്യമാണ്. വാസ്തവമായും ജീവനുള്ള ദൈവം നമ്മെ കണ്ടു, നമ്മെ തിരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചു, നമ്മളെ വേർതിരിച്ചു. കർത്താവിന് വ്യക്തമായൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് വീഴരുത്, വീഴാതെ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് വേണം? അതിനു മുമ്പ് അനുഗ്രഹം ലഭിച്ചേ പോകാവൂ. സ്തുതി ഇവിടെ തുടങ്ങണം. എവിടെയാണ്? അവിടെ ഈ സ്തുതി ഇവിടെ തുടങ്ങിയെങ്കിലേ അവിടെ ചെന്ന് നമുക്ക് സ്തുതിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഇവിടെ നാം പാടി സ്തുതിക്കാതിരുന്നാൽ സ്വർഗത്തിൽ എങ്ങനെ ആരാധിക്കുമെന്ന്. സ്വർഗത്തിൽ ആരാധന വേണ്ടവർ ഇവിടെ തുടങ്ങിക്കൊള്ളണം. നന്ദിയുള്ള ഹൃദയം, ജീവനുള്ള ദൈവം യുഗപരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തിയെന്നുള്ള വ്യക്തമായ ചിന്ത അതാർക്കെല്ലാം ഉണ്ട്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ. നിന്നെ കേട്ടോടണം. നിന്നെ എന്ന് പറയുമ്പോൾ പ്രവാചകനോടല്ല പറയുന്നത്. ഈ വചനം കേൾക്കുന്ന, അങ്ങ് ദൂരെ യൂട്യൂബിലിരുന്ന് കേൾക്കുന്ന, ഈ ശബ്ദപരിധിയിലിരിക്കുന്ന എല്ലാവരോടും കർത്താവ് പറയുകയാണ്. എന്താണ്? നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. സ്വർഗത്തിന്റെ തെരഞ്ഞെടുപ്പ് കിട്ടിയവരാണെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം. ആരെല്ലാം വിശുദ്ധി ആഗ്രഹിക്കുകയും കൊതിക്കുകയും നന്ദിയുള്ള ഹൃദയമുള്ളവരും താഴ്മയുള്ളവരുമായിരിക്കുന്നുവോ അവരുടെ മേൽ ജീവനുള്ള ദൈവം ചൈതന്യം പകരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ്? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും, പറഞ്ഞോളൂ, ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ളവനുമായവൻ. ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്.
ആരാണ് ഉന്നതനായവൻ? അത്യുന്നത തേജോമയനായ ദൈവം. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും എന്ന് അരുളി ചെയ്തവൻ. പ്രിയപ്പെട്ട ദൈവജനമേ, എന്താണ്? ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമുള്ളവനുമായ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്യുന്നത്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ആരാണ് ഉന്നതനായി വസിക്കുന്നത്? യഹോവയായ ദൈവം, നിത്യപരിശുദ്ധ തേജോമയനായ ദൈവം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. അടുത്ത വാക്ക് എന്താണ്? ഹൃദയത്തിന്റെ പലകയിൽ നിങ്ങൾ എഴുതിയിടണം. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയം. താഴ്മ, ജീവിതത്തിൽ താഴ്മ. മനസ്താപം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്താപവും മനോവിനയമുള്ളവരുടെ മേൽ മനസ്താപം. നിങ്ങൾ ആരെയും കുറ്റം പറയരുത്. ഞങ്ങളിത് എന്നും ഇങ്ങനെ പറയുള്ളൂ, മരണം വരെ ഇങ്ങനെ പറയുള്ളൂ. ഈ മൈക്കിലൂടെ ഈ ശബ്ദം മാത്രമേ പുറത്തു വരുള്ളൂ. ആരുടെയും കുറ്റം കാണരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തവനായി ഒരുവൻ മാത്രം, അവനെ മാത്രമേ പ്രത്യേകതയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അവനെ മാത്രമേ വർണ്ണിക്കുകയുള്ളൂ, അവനെ മാത്രമേ ഉയർത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ അവസാനം വലിയ കെടുതിയിലേക്ക് പോകും. ആരും തിരുത്താനില്ലാത്തവരായി വന്നാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നാശത്തിന് അടിമകളായി പോകും. എല്ലാവരും എല്ലാവരും മനുഷ്യരാണ്. പ്രവാചകന്മാർ കാണും, അപ്പോസ്തലന്മാർ കാണും, ഉപദേഷ്ടാക്കന്മാർ കാണും, അതെല്ലാം ഉണ്ട്. അത് ദൈവികമായ വ്യവസ്ഥകൾക്കനുസരിച്ച് അങ്ങനെ പലതും കാണും. പക്ഷെ അവരാരുമല്ല. ഉയർന്നിരിക്കുന്നവൻ ഒരുവൻ മാത്രം, ഉന്നതൻ ഒരുവൻ മാത്രം, ശാശ്വതവാസി ഒരുവൻ മാത്രം. അവൻ ആരുടെ ഉള്ളിലാണ് വസിക്കുന്നത്? ജീവനുള്ള ദൈവം ചൈതന്യം തരുന്നത് ആർക്കാണ്? എന്താണ്? താഴ്മയുള്ളവർക്കും മനസ്താപമുള്ളവർക്കും ചൈതന്യം വരുത്തുവാൻ. മനസ്താപവും വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. മനസ്താപവും മനോവിനയമുള്ളവരോട് വസിക്കുന്നു. മനോവിനയം ആർക്കെല്ലാം ഉണ്ട്? കർത്താവേ, ഞാൻ ഏതുമില്ല. തന്നെത്താൻ ഇരിക്കുമ്പോൾ, തന്നെത്താൻ ചെല്ലുമ്പോൾ, എപ്പോഴും എവിടെ നിന്ന് ഞാൻ ഏതുമില്ല എന്ന് ഓരോ സാക്ഷ്യം പറയുമ്പോൾ ഞാനൊരു ഭാവിയാണ്, ഞാൻ എപ്പോഴും ഏതുമില്ല എന്ന് പറയുന്നതാണോ മനസ്താപം എന്ന് പറഞ്ഞേ? ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ വിശുദ്ധിയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, എൻ്റെ കർത്താവെ അവിടുന്ന് എന്നെ വിളിച്ചതും എന്നെ അനുഗ്രഹിച്ചതുമായ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ, കർത്താവെ ഞാൻ ഏതുമില്ല എന്ന് തോന്നണം. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? ജീവനുള്ള ദൈവമാണ് നമ്മെ വിളിച്ചത്. ജീവനുള്ള ദൈവമാണ് വിളിച്ചതെങ്കിൽ ദൈവത്തിന് വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. വിളിച്ച ദൈവം ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകുകയില്ല. ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇത് നമ്മൾ മുറുകെ പിടിക്കണം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. കേട്ടോ, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നിന്നെ കണ്ടു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. കേട്ടോ, നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും വിളിച്ച ദൈവം നാം ദൈവവേല ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം വന്നാൽ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, വലിയ വിവരമൊന്നും വേണ്ട. യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷനോടുള്ള സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ കത്തി നിന്ന് കഴിഞ്ഞാൽ ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. തന്നാൽ ആവത് ചെയ്യണമെന്ന് നമ്മുടെ ഹൃദയം വാഞ്ചിച്ചു പോകും, ആഗ്രഹിച്ചു പോകും, ദാഹിച്ചു പോകും. ഈ യേശു ക്രിസ്തു എന്ന അത്ഭുത പുരുഷനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന ഷർട്ടിട്ടുകൊണ്ട് നിൽക്കുന്ന, മിടുക്കനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് തോന്നുന്ന പ്രിയപ്പെട്ട ഈ മനുഷ്യൻ ഒരു ഭ്രാന്തനായി എവിടെയെങ്കിലും അലയേണ്ടവനായിരുന്നു. ഒരു പട്ടിയെ പൂട്ടിയിടും പോലെ എവിടെയെങ്കിലും പൂട്ടിയിടപ്പെടേണ്ടവനായിരുന്നു. ഒരു കാലത്തും ഇന്ന് അനുഭവിക്കുന്ന ഒരു സമാധാനമോ ഈ ഭൂമിയിൽ ഏതെങ്കിലും സൗഭാഗ്യം അനുഭവിക്കാൻ യോഗ്യതയുള്ളവനായിരുന്നില്ല. എന്നാൽ ജീവനുള്ള ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. പത്രോസ്ലീഹായെ തിരഞ്ഞെടുത്ത അതേ ദൈവം തന്നെയാണ് നമ്മയും തിരഞ്ഞെടുത്തത്. തെബരിയാസ് കടൽക്കരയിൽ അഥവാ ഗലീല കടൽ തീരത്ത് അഥവാ കെന്നേസരത്ത് തടാകം, മൂന്നും ഒന്ന് തന്നെയാണ്. ഒന്ന് ഗലീല തടാകം, നടുക്കുള്ള ഭാഗം ഗലീല തടാകം എന്ന് പറയും. അങ്ങ് താഴെയുള്ള ഭാഗം കെന്നേസരത്ത് തടാകം എന്ന് പറയും. നടുക്കുള്ളതോ തിബരിയാസ് മോൾ ഭാഗം തിബരിയാസ് കടൽ തീരം എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, തിബരിയാസ് കടൽ തീരത്ത് വല നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ അഥവാ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേക പടകുകൾ ഉണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കിട്ടി. പത്രോസ്ലീഹായ്ക്ക് തെരഞ്ഞെടുപ്പ് കിട്ടി. ആ പത്രോസ്ലീഹായെ വിളിച്ച അതേ ദൈവം തന്നെയാണ്, തെരഞ്ഞെടുത്ത അതേ ദൈവം തന്നെയാണ്, ആ ജീവനുള്ള ദൈവം തന്നെയാണ്,
അത്യുന്നത പരിശുദ്ധ തേജോമയനായ ദൈവം തന്നെയാണ് ഈ പാപിയായ എന്നെയും തിരഞ്ഞെടുത്തത്. എന്തൊരു വലിയ തിരഞ്ഞെടുപ്പാണ് കിട്ടിയത് പ്രിയപ്പെട്ടവരെ. അത് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയും. തിബരിയാസ് കടൽ തീരത്ത് അനേകം പടകൾ ഉണ്ടായിട്ടും ആ പടകിലേക്ക് കടന്നു എന്ന ജീവനുള്ള ക്രിസ്തു ആ ദൈവം തന്നെയാണ് വിളിച്ചത്. 139 സങ്കീർത്തനം 139:16 വാക്യം. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. കേട്ടോ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെല്ലാം അത് വിശ്വസിക്കുന്നുണ്ട്? അതാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് നാം നോക്കുമ്പോൾ നമുക്ക് പല പരാധീനതകളുണ്ട്. വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവേ യോഗ്യതയുണ്ടോ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ? ഇല്ല. ഇന്നും എന്തെല്ലാം കാര്യങ്ങൾ തിരുത്താനുണ്ട്. ജീവിതത്തിൽ തിരുത്താനേ ഉള്ളൂ. സത്യമാണ് പറയുന്നത്. എല്ലാം അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ള ജീവനുള്ള ദൈവം നോക്കുമ്പോൾ മനുഷ്യര് ചുറ്റും നടന്നു നോക്കിയാൽ ചിലപ്പോൾ ഒന്നും കണ്ടെത്തി വരികയില്ല. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ജീവനുള്ള ദൈവം നോക്കുമ്പോൾ ഏതെല്ലാം കാര്യം നമ്മൾക്ക് തിരുത്താനുണ്ട്. ദൈവബോധമുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത്? ആ ദൈവം നോക്കുമ്പോൾ തിരുത്താനേ മനുഷ്യനുള്ളൂ. നാം ഈ ഭൂമിയിലെ ആരുമായിട്ട് താരതമ്യം ചെയ്യരുത്. ആകെ താരതമ്യം ചെയ്യാൻ ഈ ഭൂമിയിലെ ഏതെങ്കിലും ദൈവമക്കളല്ല, ഒരേ ഒരുവൻ മാത്രം. ആരാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. ആ യേശുവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ കർത്താവേ, നാം ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, നാം എവിടെ കിടക്കേണ്ടവരായിരുന്നു? എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ദൈവം നമുക്ക് സാധിപ്പിച്ചു തന്നത്? പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ സഭാഭേദമില്ല, നമുക്കിവിടെ കക്ഷിഭേദമില്ല, നമുക്കിവിടെ മതഭേദമില്ല. നമ്മൾ ആരെയും വേറെ മതത്തിൽപ്പെട്ട ആരെയും ഇങ്ങോട്ട് വിളിക്കുന്നില്ല, വിളിക്കുകയുമില്ല. അത് നമുക്ക് വ്യക്തമായ ഒരു വ്യവസ്ഥാപിതമായ ഒരു ചിന്താഗതിയുണ്ട്. ആരെയും സഭ മാറ്റുകയില്ല, മതം പോലും മാറണ്ടെന്നാണ് നമ്മുടെ ചിന്താഗതി. സത്യം ഉള്ളത് പറയുകയാണ്, മതം മാറലല്ല, എന്നാൽ ഹൃദയം മാറുന്ന യേശുക്രിസ്തുവിന്റെ അത്യത്ഭുത സ്നേഹം ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുതിയ ഹൃദയം ലഭിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ലോകം മുഴുവൻ കേൾക്കുകയാണ് ഈ കാര്യം. എനിക്കറിയാം, യൂട്യൂബിൽ തന്നെയാണ് പറയുന്നത്. ലോകത്തിൽ അനേകം വേറെ സഭകളുണ്ട്, അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന വേല അവർ ചെയ്യട്ടെ. എന്നാൽ ജീവനുള്ള ദൈവം നമ്മിൽ കണ്ടിരിക്കുന്നത് സഭ മാറ്റാനല്ല, കക്ഷി മാറ്റാനല്ല, ഏതെങ്കിലും പള്ളി മാറ്റാനല്ല. അവരോട് നിൽക്കുന്ന സഭയിൽ നിന്നാൽ മാത്രം മതി. സത്യമായും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മരിച്ചു മൺമറഞ്ഞു പോയ ദൈവമല്ല, ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ആ ദൈവം ജീവിക്കുന്നു. ആ ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ആ യേശുവിനെ മാത്രം കാണാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഉണർന്നിരുന്ന് ഇനിയും വിളിച്ചാൽ മതി. ഒരു നല്ല ദൈവമാണ് എന്നെ വിളിച്ചത്. ആ ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് വഴിയിലിട്ടിട്ട് പോവുകയില്ല എന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത. ഞാൻ ഒരിക്കലും ആരെയും കുറ്റം പറയാൻ മനസ്സറിഞ്ഞുകൊണ്ട് മുതിർന്നില്ല. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരെ ഈ കൂട്ടായ്മ നിലനിൽക്കണം. അതിനെന്ത് വേണം? നാം ഉണരണം. നമ്മുടെ ഉള്ളിൽ അത്യന്ത ശക്തി വരണം. ആ ശക്തി തരാനാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. എനിക്ക് പറയാൻ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണ്? നിഷ്കളങ്ക മക്കളാകുവാനാണ് വിളിച്ചതെന്ന്. വിശുദ്ധരും നിഷ്കളങ്ക മക്കളാകുവാനുമാണ് നമ്മെ വിളിച്ചത്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പ്രിയമായി പലതുണ്ട്, പലതും പ്രിയമായതുണ്ട്. മക്കള് പ്രിയവരായിരിക്കും, സ്ഥാപനം പ്രിയതായിരിക്കും, ഭാര്യ പ്രിയപ്പെട്ടവളായിരിക്കും. അതെ, അങ്ങനെ തന്നെയല്ലേ. എന്നാൽ ഉലകിലെന്നരികിലായി പ്രിയമായി പലതുണ്ട്, എന്നാൽ അതിലെല്ലാം പ്രിയമായി പ്രിയനുണ്ട്. ആ പ്രിയൻ നിങ്ങളുടെ പ്രിയനായി മാറിയിട്ടുണ്ടോ? എൻ്റെ യേശുവേ എന്ന് വിളിക്കാറുണ്ടോ? യേശു നിങ്ങൾക്ക് പ്രാണപ്രിയനായി തീർന്നിട്ടുണ്ടോ? എല്ലാറ്റിലും പ്രിയമായി തീർന്നിട്ടുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഉലകിലെന്നരികിലായി പ്രിയമായി പലതുണ്ട്, എന്നാൽ അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ആ പ്രിയന്റെ പ്രിയനായി തീർന്ന് എന്തു വേണം? നാം വിശുദ്ധരും നിഷ്കളങ്ക മക്കളുമായി തീരണമെന്ന്. വിശുദ്ധരായി തീരണം. അതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടത്. പ്രിയ മക്കളായി തീരണം, വിശുദ്ധരായി തീരണം. വിശുദ്ധരായി തീർന്നാലാണ് പ്രിയ മക്കളാകുന്നത്. നിങ്ങൾക്കതിന് പരിപാടിയുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താണ് ആകെ പറയാൻ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന അത്ഭുത പുരുഷൻ, ആ കൂട്ടായ്മയുടെ ബന്ധം നമ്മെ കർത്താവ് ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചു, തിരുരക്തത്താൽ ചേർത്ത് ബന്ധിച്ചു. നിങ്ങൾ ആരെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവം എന്നെ വിളിച്ചു,
ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് തന്നെ വഴിയിലിട്ടിട്ട് പോവുകയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഫലം കായ്ക്കുന്നവരാകണം, നാം നിഷ്കളങ്ക മക്കളാകണം, നാം വിശുദ്ധരാകണം. എന്നെ തെരഞ്ഞെടുത്തു, എന്നെ തടാകത്തിൽ അനേകം പടകൾ ഉണ്ടായിട്ടും ആ പടകിലേക്ക് ക്രിസ്തു കടന്നുപോയതുപോലെ, പത്രോസ്ലീഹയുടെ പടകിലേക്ക് കടന്നുപോയതുപോലെ അതേ പടകിലേക്ക് യേശു വന്നു എന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, പിന്നെയോ വീഴാതെ വണ്ണം തമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ഒരുവനുണ്ടെന്നാണ് ആദ്യം നാം കേട്ടു തുടങ്ങിയത്. ഇതല്ലേ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ? ഇതിന് എന്ത് പാണ്ഡിത്യം വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു പാണ്ഡിത്യവും വേണ്ട. യേശു മതി, യേശു മാത്രം മതി. കർത്താവേ, ഞങ്ങളെ വിട്ടു പോകാതിരുന്നാൽ മതി. ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോകല്ലേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ആണിപ്പാടുന്ന കരവുമായി കർത്താവ് തത്രപ്പെട്ട് കർത്താവ് നടക്കുമ്പോൾ ആ തിരുവസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവിക്കാനായിട്ട് കർത്താവ് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നിങ്ങളുടെ വേദനാ വിഷയങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ്, നിങ്ങളെല്ലാം ഒന്ന് തന്നെത്താൻ പറഞ്ഞ്, ആരും പറഞ്ഞു തരാതെ പറഞ്ഞ്, കർത്താവ് എൻ്റെ കുഞ്ഞിന് ഇന്ന വിഷയമുണ്ട്, എൻ്റെ മകൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് സാമ്പത്തികമായി ഞെരുക്കമുണ്ട് കർത്താവ്, എൻ്റെ മുഴുവൻ സ്വത്തും വിറ്റാലും എൻ്റെ കടം വീടുകയില്ല കർത്താവ്, എനിക്ക് ജപ്തി നോട്ടീസിൻ്റെ പ്രശ്നമുണ്ട് കർത്താവ്, ജപ്തി നോട്ടീസ് വന്നു, അതിനത് കർത്താവ് ഒരു പരിഹാരം തന്നു, പക്ഷേ ഇനിയും പ്രശ്നങ്ങൾ തീരാനുണ്ട് കർത്താവ്, എൻ്റെ ഇന്നയാള് രോഗക്കിടക്കയിലാണ് കർത്താവ്, അവിടുന്ന് മനസ്സ് വെച്ചാൽ മാറാൻ പറ്റാത്ത വിഷയമില്ല കർത്താവ്, ക്യാൻസർ വന്നു, കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവ്, ഒന്ന് കരുണ തോന്നണമേ. അങ്ങനെ ഓരോന്നോരോ നിങ്ങൾ പറയൂ. ബുദ്ധിയില്ലാത്തവർ ബുദ്ധി ചോദിച്ചു വാങ്ങൂ കർത്താവ്. എല്ലാം ചോദിച്ചു, എല്ലാം തരുന്നവനാണ് ക്രിസ്തു. ഞാനും ചോദിക്കുകയാണ്, എനിക്കും സങ്കടങ്ങളുണ്ട്, എനിക്ക് വേദനാ വിഷയങ്ങളുണ്ട്, നിങ്ങൾ എല്ലാവരെക്കാളും വേദനാ വിഷയങ്ങളുണ്ട് മനുഷ്യനാണ് ഞാൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ. അനേകം സങ്കട വിഷയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കൂ. യാചിക്കേണ്ട സമയമാണ്. മോചിക്കുന്ന നാഴികയാണ്. മോചിക്കുന്ന മനുഷ്യരല്ല, നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറ, തകർക്കപ്പെട്ട പാറ, ലോകസ്ഥാപനത്തിന് മുമ്പ് കുരലിറക്കപ്പെട്ട കുഞ്ഞാട് അരിയിൽ വന്നിട്ടുണ്ട്. ചോദിക്കൂ, യേശുവിനെ വിളിക്കൂ. എൻ്റെ യേശുവേ നിങ്ങൾ വിളിക്കൂ, എൻ്റെ സ്വന്തം യേശുവേ എന്ന് വിളിക്കൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയൂ, വായെടുത്ത് പറഞ്ഞോളൂ, ഞങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ പ്രിയനായ യേശുവേ, എൻ്റെ പ്രിയനായ യേശുവേ, എൻ്റെ പ്രിയരിൽ പ്രിയനായ യേശുവേ, എൻ്റെ പ്രിയരിൽ പ്രിയനായ യേശുവേ, എന്നോട് മനസ്സലിയണമേ, എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നടത്തണമേ. എന്റെ കർത്താവേ, യുഗപരിപാടിയിൽ എന്നെയും ഉൾപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്റെ യേശുവേ, സ്വർഗരാജ്യത്തിന്റെ അവകാശം ഇന്ന് തന്നെ എനിക്ക് നൽകണമേ. ഞാൻ സ്വന്തം മനസ്സോടെ സ്വന്തം ഇഷ്ടപ്രകാരം സാത്താനോട് ഇതാ യാത്ര പറയുന്നു. പിശാചിനോട് യാത്ര പറയുന്നു. എന്റെ യേശുവിനെ രക്ഷകനായി എന്റെ കർത്താവായി ഞാൻ ഹൃദയത്തിലേക്ക് അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്റെ യേശുവേ, ഞാൻ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ പാപങ്ങളും അവിടുത്തെ തിരുരക്തത്താൽ എനിക്ക് കഴുകിത്തരണമേ. എന്നോട് മനസ്സലിയണമേ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരണമേ. എന്നോട് മനസ്സലിയണമേ. ആണിപ്പാടുകരം അവരെ ചാടിപ്പിടിക്കണമേ. അവരുടെ തലയിൽ തിരുരക്തം പുരണ്ട കരം വെക്കണമേ. കർത്താവേ, അവരുടെ രോഗം മാറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ദൈവമക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവേ, അത്ഭുതം നടക്കട്ടെ. യേശു പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ അത്ഭുതകരണം വ്യാപരിക്കട്ടെ. എല്ലാവരും യേശുവിനെ അറിയാൻ ഇടവരട്ടെ. എല്ലാം കരുണയാകിയാൽ സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം.